ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെക്രട്ടേറിയറ്റ് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജാനുവരി 29 വരെയാണ് അപ്ലൈ ചെയ്യാൻ ടൈം ഉള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് LLB കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ എൻറോൾഡ് ആസ് ആൻ അഡ്വക്കേറ്റ്. ഇതാണ് ക്വാളിഫിക്കേഷൻ. യാതൊരുവിധ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഈ ചാനലിലെ കണ്ടന്റ്സ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സാർ പ്രീവിയസ് ഇയർ പേപ്പേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ടഫാണോ എളുപ്പമാണോ, എങ്ങനത്തെ തരം ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഏറ്റവും അവസാനമായി 2022 നടന്ന സെക്രട്ടേറിയറ്റ് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എങ്ങനെ തരം ചോദ്യങ്ങളാണ് വരുന്നത് ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ സിലബസിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് നിലവിലെ സിലബസ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. ഈ 2024 ലീഗൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ സിലബസ് PSC ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഓക്കെ, വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഇല്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ 3 പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലേ? ഭാരതീയ സാക്ഷ്യ അധിനിയം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത. ഈ 3 പുതിയ നിയമങ്ങൾ സിലബസ് ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം CPയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സിലബസ് നിലവിൽ വന്നിട്ടില്ല, PSC റിലീസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ സിലബസ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ട്, അതിനുമായിട്ട് കണ്ടന്റുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ വരും നമ്മൾ. അപ്പോൾ ഗൈസ് അപ്ഡേറ്റഡ് ആയിരിക്കുക. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് പ്രീവിയസ് ഇയർ പേപ്പർ 2022 നടന്ന ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പ്രീവിയസ് ഇയർ പേപ്പർ നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്കറിയാം 100 മാർക്കിലാണ് ചോദ്യം ഇല്ലേ? 70 മാർക്ക് ലീഗലിൽ നിന്നും, 20 മാർക്ക് നമ്മുടെ ഇംഗ്ലീഷിൽ നിന്നും, 10 മാർക്ക് കറണ്ട് അഫയേഴ്സും GKയും അതുപോലെ തന്നെ മറ്റ് ഹിസ്റ്ററി ഭാഗത്തും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. ഈ പ്രീവിയസ് ഇയർ പേപ്പർ 2022 പ്രീവിയസ് ഇയർ പേപ്പർ എടുത്ത് നോക്കി കറക്റ്റ് ക്വസ്റ്റ്യൻ്റെ ഓർഡർ കറക്റ്റ് നമ്മുടെ സിലബസിലെ പോലെ തന്നെയാണ്. അപ്പോൾ സിലബസിൽ ആദ്യം ഏതാണ്? ജൂറിസ്പ്രുഡൻസ് ആൻഡ് ലീഗൽ തിയറിയാണ്. കറക്റ്റ് അതേപടിയാണ് ആദ്യത്തെ ചോദ്യങ്ങൾ, അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റ് സിലബസിന്റെ ഓർഡറിൽ തന്നെയാണ് ചോദ്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ചോദ്യങ്ങൾ ഞാനൊന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര വലിയ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല. ഒന്നിരുന്ന് മൈൻഡ് അപ്ലൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാവുന്ന തന്നെ ഉള്ളൂ. വലിയ അത്ര അസാമാന്യമായിട്ട് മൈൻഡ് അപ്ലൈ ചെയ്തേണ്ട ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് തുടങ്ങാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ തരം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡയറക്റ്റ് എങ്ങനെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്? കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ വന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് അക്കോർഡിംഗ് ടു സാൽമൺ ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ലീഗൽ പ്രോപ്പർട്ടി? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ നിങ്ങൾ 5ാമത്തെ ചോദ്യം നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഹു എമംഗ് ദ ഫോളോയിങ് ജൂറിസ്റ്റ് വാസ് അഗെയിൻസ്റ്റ് കോഡിഫിക്കേഷൻ ഓഫ് ലോ? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് കണ്ട ആർട്ടിക്കിൾ 380 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ സെറ്റിംഗ് അപ്പ് ഓഫ് കണ്ട ഡയറക്റ്റ് പോയിന്റ് ടു പോയിന്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെയർമാൻ ഓഫ് PSC ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? കണ്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ലീഗൽ ഭാഗത്തു നിന്ന് 70 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പക്കാ തിയററ്റിക്കൽ ബേസ് ചെയ്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പേപ്പറിൽ കേശവാനന്ദ ഭാരതി കേസിന്റെ പറ്റിയൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിങ്, അതിനെപ്പറ്റി അത് ഏത് കേസിലാണ് ബന്ധപ്പെട്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അടുത്ത പ്രധാനപ്പെടുന്ന അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ലീഗൽ ഭാഗത്ത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അസേർഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് 22ാമത്തെ ചോദ്യം. ഓക്കെ, അസേർഷൻ തന്നിട്ടുണ്ട്, അതുപോലെ റീസൺ തന്നിട്ടുണ്ട്. പിന്നെ അതിനനുസരിച്ച് ആ ഓപ്ഷൻ അത് നോക്കിയിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റുന്ന വരുന്നൊരു അസേർഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലീഗൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ലീഗൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര വമ്പിച്ച പ്രോബ്ലങ്ങളൊന്നും അല്ല. നമുക്ക് ഒന്ന് മൈൻഡ് അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. കേട്ടോ, നിങ്ങൾക്ക് 23ാമത്തെ ചോദ്യം നിങ്ങൾക്ക് നോക്കി അത് കാണാൻ പറ്റും. നിങ്ങൾക്ക് X intentionally causes Y's death, partly by illegally omitting to give food and partly by beating. Decide the offense committed by X. കണ്ട പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ
ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരു 4 സ്റ്റാൻഡേർഡ്, ഇപ്പൊ ഈ 24ാമത്തെ ചോദ്യം നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് 24ാം ചോദ്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത്. ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ഇപ്പോൾ ഓപ്ഷൻ എ only 1 and 2, ഓപ്ഷൻ ബി only 2 and 3, അങ്ങനത്തെ തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് അറിയാം, ഇപ്പൊ ലീഗൽ ഭാഗത്തുനിന്ന് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളാണുള്ളത്. ലീഗൽ പ്രോബ്ലംസ് നിന്ന് വരുന്നുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് അതുപോലത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇംഗ്ലീഷാണ്. 20 മാർക്ക് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്നുള്ളതൊക്കെ പക്ക PSCയുടെ ഇംഗ്ലീഷ് സിലബസ് ആണ്. ഓക്കെ, അതും വലിയ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല. ഓക്കെ, ഒന്ന് ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ട് നോളേജ് ഉണ്ട്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ക PSCയുടെ അതുപോലെ തന്നെ PSCയുടെ ഇംഗ്ലീഷ് സിലബസ്, നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് സിലബസ് പ്രോപ്പറായി സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്ത് ഞാനിട്ട വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാണ്, സാർ സിലബസിൻ്റെ പുറത്തേക്ക് പോകണോ, അതായത് ഇന്ന കാര്യങ്ങൾ പഠിക്കണോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, PSC എക്സാം എന്ന് പറയുന്നത് പ്രോപ്പർലി സിലബസ് ഓറിയന്റഡ് എക്സാം ആയിരിക്കും. ഇപ്പം മജിസ്ട്രേറ്റ് എക്സാം എന്ന് പറയുന്നത്, മജിസ്ട്രേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഹൈക്കോർട്ട് റിക്രൂട്ട്മെന്റ് സെല്ലാണ്. പക്ഷേ ഈ ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷ നടക്കുന്നത് PSC ആണ്. PSC എപ്പോഴും സിലബസ് ഓറിയന്റഡ് ആണ്. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത്, എപ്പോഴും നമ്മുടെ പഠനം സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം. സിലബസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ആ സിലബസിൽ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള കാര്യങ്ങൾക്ക് പോകരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. എപ്പോഴും പ്രോപ്പർലി സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ വരുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇങ്ങനത്തെ ബേസിക് ഐ സോ മിസ്റ്റർ ജോൺ ഡാഷ് ഇയേഴ്സ് അഗോ, ഹീ ഡൈഡ് ഡാഷ്, അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊക്കെ ബേസിക് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയുക, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ അത് അങ്ങനത്തെ ഭാഗങ്ങളാട്ടോ. അതും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാട്ടോ. സംസ്കൃത് ബുക്ക് ഭക്തി മഞ്ജരി ആരാണ് എഴുതിയത്? ഓക്കെ, അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈനലൈസസ് 5-year പ്ലാൻ പ്രപ്പോസൽ? ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചർ റെഗുലേഷൻ ആരാ ഫൗണ്ട് ചെയ്ത്? കാരണം അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 10 മാർക്സ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് മൈൻഡ് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്നതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ 2022 ലീഗൽ അസിസ്റ്റന്റ് പ്രീവിയസ് പേപ്പർ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് എന്ത് ചെയ്യാം, അത് ചെക്ക് ചെയ്യാം. ലിങ്കും ടെലഗ്രാം ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റു കുറച്ച് പേര് ചോദിച്ച ഒരു കാര്യമാണ്, സാർ ക്ലാസ് എടുക്കുന്നുണ്ടോ, സാർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇപ്പം നിലവിൽ അഡ്ഹോക്ക് ലീഗം അല്ലെങ്കിൽ അഡ്ഹോക്ക് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി ആപ്പിലൂടെ ലീഗൽ ക്ലാസ് എടുത്തു കൊടുക്കും. ലീഗൽ അസിസ്റ്റന്റ് കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ലീഗൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ കോൺടാക്ട് നമ്പർ എന്ത് ചെയ്യുക വീഡിയോയിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക്, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആപ്പിലൂടെ ക്ലാസ്സുകൾ കിട്ടും. അതിൻ്റെ ലൈവ് സെഷനും റെക്കോർഡ് സെഷൻസും അതുപോലെ തന്നെ എക്സാംസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള PSC ഗൈഡൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാംസ് എന്ന ഗൈഡൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആപ്പിലൂടെയും അതുപോലെ തന്നെ മെൻറ്റേഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂടുതൽ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.